I strongly feel Sri Rajiv Chandrasekhar is a person who can lead this Trivandrum because he is a man of intellect. ബുദ്ധിപൂർവമുള്ള ഒരു നല്ല മനുഷ്യനാണ്, അതാ പറയാനുള്ളത്. So this person has a heart and a brain. രണ്ടും ഒരേ സമയത്ത് നല്ല രീതിയിൽ വേല பண்ற ஒரு ஆளு. அதுதான் அப்படி நமக்கு ஒரு நல்ல கேண்டிடேட் ட்ரிவாண்ட்ரம் கான்ஸ்டிட்யூன்சிக்கு ஒரு நல்ல கேண்டிடேட் கிடைச்சிருக்காரு. இதுல என்ன ஒரு சந்தோஷம்னா இவரு ஜெயிச்சு போனா டெல்லியில இருந்து நமக்கு எல்லாம் இங்க ட்ரிவாண்ட்ரத்துக்கு வந்து சேரும். அது ரொம்ப முக்கியம். 10 வருஷமா ஜெயிச்சு போன ஆட்களால எதுவும் கொண்டு வர முடியல, அதான் உண்மை. വലിയ കാര്യങ്ങളൊന്നും ட்ரிவாண்ட்ரத்து വലിയ പ്രോജക്ട്സ് ഒന്നും എത്തുന്നില്ല. But if our candidate wins, he is going to make this place as a wonderful land. കിട്ടുന്നതെല്ലാം കിട്ടും. ഇതുവരെ കിട്ടിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടുചേർക്കുന്ന കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഡോക്ടർ രാജീവ് ചന്ദ്രശേഖർ. സോ എനിക്ക് അവർക്ക് പ്രചാരം ചെയ്യണമെന്ന് ഞാൻ നോമിനേഷൻ അവർ പോയിട്ട് ദിവസം തന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. I found but everybody in this constituency were talking so high about him. ഞാൻ പോകുന്ന സ്ഥലത്തിലൊക്കെ ചോദിച്ചു, not only women, youngsters, men, everybody I was asking, how is your candidate Sri Rajiv Chandrasekhar? They were feeling very happy that we have got a candidate like him. So that is very important. There is nobody who is contesting a very valuable candidate the BJP has given this time. That is what people are thinking very high about him. We have a very intellectual candidate. So അവരെ ജയിപ്പിക്കണം. അതിനുള്ള കാര്യങ്ങൾ പെണ്ണുങ്ങളായ നമ്മൾ പറ്റുന്നതെല്ലാം ചെയ്യണം. അതാണ് എൻ്റെ my honest request to every single person here. You are the person who is going to carry this election in this area. It is very important that women play a big role. ഈ വോട്ടുകളെല്ലാം ചുമ്മാ വരത്തില്ല, നമ്മൾ പോയി പറഞ്ഞ് ചോദിക്കണം. ചോദിച്ചാൽ വോട്ട് ഈ പ്രാവശ്യം നമുക്ക് ഒരു വോട്ട് ഇട്ടാൽ നാട് ഡെവലപ്പ് ആകും. അങ്ങനെ പറഞ്ഞാൽ മതി. വെറുതെ ചുമ്മാ ഇങ്ങനത്തെ ജയിച്ചു പോയ ഓപ്പോസിഷന്റെ ഈ കൊടിയും പിടിച്ച് ഈ ബാനറും പിടിച്ച് പുറത്തുനിന്ന് ചായയും ഇട്ടിയും സമോസയും കഴിച്ച് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന MPs നമുക്ക് വേണ്ട. പാർലമെന്റിന് അകത്തിരുന്ന് സംസാരിച്ച് നമ്മുടെ മണ്ഡലത്തിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ
ഭാരത് മാതാ കി ജയ്. റെസ്പോൺസ് ഇല്ല ആർക്കും. ഇങ്ങനെ എഴുതാൻ പോരാ. എനിക്ക് ഒരു സമയം തന്നിട്ടില്ല, ആകെ 2 മിനിറ്റ്. ആ 2 മിനിറ്റിൽ ഞാൻ രാജീവ് ചന്ദ്രശേഖർ ജി എന്ന് പറയുന്നതിന് അത് തീർന്നു അല്ലേ? ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മോദിജി ഹാൻഡ് പിക്ക് ചെയ്തായി നമുക്ക് ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയം പറയാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. നമുക്ക് വേണ്ടത് ഒരു നല്ല ജീവിതമാണ്. ആ ജീവിതം മോദിജി എന്ന് പറയുന്ന അവധൂതൻ, അദ്ദേഹം ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യനാൽ സാധ്യമായിട്ടുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു ചെറിയൊരു സങ്കടം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചും തമിഴ്നാട് ആൻഡ് കേരള, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. മോദിജിയുടെ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ നല്ല സ്വർണ്ണ വാക്കുകൾ നമുക്ക് മുഴുവനും, എനിക്കുൾപ്പെടെ, ഐ ആം നോട്ട് ടു ഗുഡ് ഇൻ ഹിന്ദി, ലെറ്റ് മീ സേ ദാറ്റ്, അത് കാരണം പലതും നമുക്ക് എത്തുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ മുഴുവനും നമ്മൾ അങ്ങേയറ്റം മനസ്സിൽ ഉൾക്കൊണ്ട് നമുക്ക് വേറെ ഒരു താല്പര്യവും ഇല്ല. ഈവൻ രാജീവ് ചന്ദ്രശേഖരജിയോട് പോലും ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല. ഈസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. ഞാൻ എപ്പോഴും പറയും, എന്റെ ഹസ്ബൻഡിൽ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്, ഈസ് എ മാൻ ഓഫ് ഗോൾഡൻ ടച്ച്, മിഡാസ് ടച്ച് എന്ന് പറയും. അത് നമുക്ക് വേണം, വേറെ ഒന്നും വേണ്ട. അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തിയും നമ്മുടെ എല്ലാ ദുരിതങ്ങളും, ഞാനിപ്പോ ഈ വയസ്സിലെത്തി നിൽക്കുമ്പോഴും ഒരുപാട് പ്രതീക്ഷകൾ എത്രയോ വയസ്സ് മുതൽ എനിക്കുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ എല്ലാത്തരം ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞങ്ങള് ഇപ്പോൾ എല്ലാം തളർന്ന് മനസ്സ് ഉടഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. പീപ്പിൾ ലൈക്ക് രാജീവ് ജി നമ്മളെ കുറെ നാളായിട്ട് ഒരുപാട് പേര് പലതും പറഞ്ഞ് പറ്റിക്കുകയാണ്. അത് നമ്മൾ സ്ത്രീരത്നങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു നാരി ശക്തി കൂട്ടായ്മയല്ല, ഇതൊരു സുന്ദരികളുടെ കൂട്ടായ്മയാണ്. സ്റ്റേജിലേക്ക് നോക്കിയാലും സദസ്സിലേക്ക് നോക്കിയാലും അനേകായിരം പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുകയാണ്. ആ പുഷ്പങ്ങൾക്ക് വീണ്ടും വീണ്ടും ചൂടും കിട്ടാൻ വേണ്ടി അദ്ദേഹം നമ്മളെ നയിക്കണം. നമ്മളെല്ലാം അതിന് മാനസികമായി സന്നദ്ധരാകണം. നിങ്ങൾ ഓരോരുത്തരും ഒരു 100 പേര് അല്ലെങ്കിൽ 1000 പേര്, ദാറ്റ് ഈസ് നോട്ട് ടു മച്ച് ടു ആസ്ക് ഫോർ, അവരെ പറഞ്ഞ് മനസ്സിലാക്കി പാർട്ടി വൈസല്ല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ യുഗം തുറക്കാൻ നമ്മൾ വഴി തുറന്നു കൊടുക്കുക. പ്ലീസ് all my dear sisters, mothers, children, grandchildren, everybody, രാജീവ് ജിയുടെ പോസ്റ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാം കുഞ്ഞുങ്ങളുടെ മുഖം പോലും വിടുകയാണ്. ആ ഒരു ഇത് നമ്മൾ കൺവേർട്ട് ചെയ്ത് let him be with us, support him, all of you. And എനിക്കൊരു ചെറിയൊരു സജഷൻ, അത് ഞാൻ ഈ വേദിയിൽ വെച്ച് പറയണമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ എനിക്കൊരു സംശയമുണ്ട്. ഞാനൊരു പുറത്തൊക്കെ അധികം നടക്കുന്ന ആളല്ല, പക്ഷെ ഞാൻ കുറച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് തീരദേശത്ത് നമ്മൾ ഇനിയും ചെന്ന് അധികം എത്തിയിട്ടില്ല എന്ന് എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. അത് നമ്മളിൽ ആർക്കെങ്കിലും ഒക്കെ പറ്റുമെങ്കിൽ നിങ്ങളും ചെയ്യണം. ആൻഡ് ഡിയർ രാജി, you also should pay more time and spend more time with them, and please enter their minds, please. Thank you so much. Loka samasta sukhino bhavantu. Bharat Mata ki jai. നമ്മൾ ശശിയായി പോയ 15 വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. ഇനിയും അത് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കരുത്. നമുക്ക് വേണം വികസനം. അനന്തപുരിയുടെ മണ്ണ് അത് അർഹിക്കുന്നുണ്ട്. ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിക്ക് ജനപ്രതിനിധിയായിട്ട് ശ്രീമാൻ
അതുകൊണ്ടായിരിക്കാം അവിടുത്തെ പ്രിൻസിപ്പൽ തയ്യാറായി. അഡ്മിഷൻ ഞങ്ങൾക്ക് കിട്ടി. അത് അദ്ദേഹത്തിൻ്റെ പരിധി പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള സാധ്യത ഉണ്ടായില്ല. അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, രാജേശ്വരത്ത് പറയാൻ രാജേശ്വരത്ത് കാണുമെന്ന് പറഞ്ഞു. സംസാരിച്ചു. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു കുറച്ച് സമയം ഞങ്ങൾ സ്കൂളിൽ വേണം, ഞങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ രാജീവിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് നേരെ ഇന്ത്യക്ക് തിരിച്ചുകൊണ്ട് വെച്ചിട്ട് ഞാനിതുവരെയും മനസ്സിലാക്കാത്ത രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അദ്ദേഹം എന്നോട് വിവരിക്കുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ആത്മവിശ്വാസം പ്രാർത്ഥിച്ചത്. കാരണം ഞാൻ 2 വർഷം മുമ്പ് ഉണ്ടായ സാഹചര്യം ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് വന്നപ്പോഴേക്കും പരമ്പരാഗതമായിട്ട് BJPക്കോ ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ വോട്ട് ചെയ്യുന്ന വിഭാഗത്തിലപ്പുറം ഒരു തരത്തിലേക്ക് അദ്ദേഹം റീച്ച് ചെയ്തു. ഇത് ഈ സമൂഹത്തിന്റെ നന്മയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ ഉദയ് പാലസിൽ വൈകുന്നേരത്തെ പരിപാടി നടന്നു. 1000 എഞ്ചിനീയർമാരാണ് ഒരുമിച്ച് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ഉണ്ട്, സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഇവർ 2 ആഴ്ച മുമ്പ് ഇലക്ഷൻ കമ്മിറ്റി ആവശ്യം പറഞ്ഞു 19 വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾ എഞ്ചിനീയർമാരുടെ ഒരു പരിപാടി ചെയ്യുകയാണ്. അതെനിക്ക് പറ്റിയുള്ള ആൾക്കാർ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവർ തീരുമാനിച്ച് ബുക്ക് ചെയ്യുന്ന പരിപാടി ഞങ്ങൾ എന്താ പര്യടനമാണ് പറ്റില്ല, അല്ല സ്ഥാനാർത്ഥി വന്നേക്കുള്ളൂ. അപ്പോൾ അവരുടെ താല്പര്യം കണ്ട് ഈ ഒരു അതിൻ്റെ ബാങ്കൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു കാര്യം ഓൺലൈനിൽ ഞങ്ങളുടെ സമയമില്ല. അവർക്ക് തൃപ്തിയായി. ഇന്നലെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ 10-20 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് ABVP യുവമോർച്ചയിലൊക്കെ പ്രവർത്തിച്ച് പോരുന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഈ ആശയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അത് ഒരു കോൺട്രിബ്യൂഷൻ ഇടയാക്കില്ല. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകുന്നത് എൻസിഎസിൻ്റെ പ്രോഗ്രാമിലേക്കാണ്. അത് കഴിഞ്ഞ് പോകുന്നത് പൂവാറിൽ ക്രൈസ്തവ സഭകളുടെ ചില മേലധ്യക്ഷന്മാർ ഒരുമിച്ച് പോകുന്ന പരിപാടിയിലേക്കാണ്. ഇത്തരത്തിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട ലീഡർ കെ കരുണാകരൻ, KV സുരേന്ദ്രനാഥ് ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു പോയിട്ടുള്ള മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ എല്ലാ മേഖലയിലുമുള്ള ജനവിഭാഗങ്ങൾ ഒരുമിച്ച് സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. തീരദേശത്തേക്ക് കുറച്ച് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. തീരദേശത്ത് അതിങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയൊരു കേസയാണ് BJP തീരദേശത്ത് സ്വാധീനമില്ലത്. ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ ഞാൻ പറയുന്നു, അത് ഇത്തവണ ചരിത്രം തിരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇംഗ്ലീഷ് പറഞ്ഞിട്ടല്ല. ഈ കടൽ തിരമാലയിലെ കയറി വരുമ്പോൾ 15 വർഷം കൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞ് ചരിത്രം തിരുത്തിയുള്ള തിരുത്തലല്ല. രാജീവ് ചന്ദ്രശേഖരനോട് വന്നിട്ട് ഞങ്ങളോട് തിരുവനന്തപുരത്ത് എന്തൊക്കെയാ അതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. അഡീഷണൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിച്ചപ്പോഴേക്കും ഞാനത് പറഞ്ഞു, സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊക്കെ വാർത്തകൾ വായിച്ചാൽ പൊഴിയൂർ അവിടുത്തെ കടലെടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. കരയിൽ കടലുകൾ തമിഴ്നാട് നടത്തുന്നതിനായിരിക്കും ആ നീരോടി ഗ്രാമത്തിൽ അവിടെ ഈ ജൂൺ ജൂലൈയുടെ കഴിഞ്ഞാൽ മഴ കയറി കടൽ കയറി പാണ്ടികളും വീടുകളൊക്കെ. ഇതൊക്കെ 3ാമത്തെ ദിവസം ഡൽഹിയിൽ പോയപ്പോഴേക്കും അവിടുത്തെ പോയി സൺഡേ ആയിരുന്നിട്ട് പോലും ഇതൊക്കെ ഡൽഹിയിലുണ്ടായിരുന്നത് PMO ഉദ്യോഗസ്ഥരെ വിളിച്ച് മീറ്റിംഗ് നടത്തി 15-ാം തീയതി ആയപ്പോഴേക്കും അവിടെ 480 കോടി രൂപയുടെ പ്രോജക്റ്റ് കമ്മ്യൂണിക്കേഷനുമായിട്ടാണ് ഇത് തീരദേശ മേഖലയിൽ. അത് നെക്സ്റ്റ് ഡേ വരെ തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ഇടയിൽ കാട്ടുതീ പോലെ അത് വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കില്ല. രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ അദ്ദേഹം ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴേക്കും കമ്പ്യൂട്ടറെ കുറിച്ച് റിസർച്ച് ചെയ്യാനുള്ള 3-4 പേരുടെ ടീമിനെ ലോകത്തുള്ള മികച്ച എഞ്ചിനീയർമാരുടെ ടീമിനെ സെലക്ട് ചെയ്തപ്പോഴേക്കും ആ 4 പേരിൽ ഒരാളായ വ്യക്തിയാണ്. ആ ടീമിൽ തന്നെ ഒന്നാമനാവാൻ സാധിക്കില്ല. അതിനുശേഷം അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വർക്ക് ചെയ്തിട്ട് സ്വായത്തമാക്കിയിട്ടില്ല. അന്ന് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വളരെ വലിയ പ്രതിഫലം ലഭിച്ചുകൊണ്ട് അവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, പഠിച്ചിട്ട് വിദേശത്ത് പോയിട്ട് ഏകദേശം 60-70 വിസാമതിക്ക് നാടിനുള്ള പ്രേമമൊഴുകി വരും. അവിടെ മറ്റേ ചെറുപ്പപ്രായത്തിലൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി 70 വയസ്സാകുമ്പോഴായിരിക്കും പറയുന്നത് എനിക്ക് നാട്ടിൽ ജീവിക്കണം ഇവിടെ വരും. അതേപോലെ 28-30 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അദ്ദേഹം നാട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാനിനി ഇന്ത്യയിലാണ്, ഇവിടെയാണ് എന്റെ പ്രവർത്തന കേന്ദ്രം. ഒരു പ്രൊഫഷണൽ, ഒരു ടെക്നോളജിസ്റ്റ്, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ, ഒരു പൊതുപ്രവർത്തകൻ, ഒരു മന്ത്രി, ഒരു 18 വർഷം MP, തൊട്ട എല്ലാ മേഖലയിലും നേരത്തെ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞതുപോലെ വിജയം വരിച്ചു മാത്രം പോകുന്ന ആളാണ്. ഇപ്പോൾ മാർച്ച് 3-ാം തീയതി മുതൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അറിയാമല്ലോ, പല പ്രതിസന്ധികളും പ്രതീക്ഷിക്കാത്ത നിർമ്മലാജി വരുമെന്നുള്ള അറിയിപ്പായിരുന്നു. രാവിലെ നിർമ്മലാജിന്റെ അതേ പ്രതിസന്ധി 8 പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധി വരുമ്പോഴേക്കും
വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ട്. ഞാനിവിടെ വനിതകൾക്ക് ആത്മവിശ്വാസത്തിൽ ഒരു കാര്യം പറയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പരിശ്രമഫലമായി ആപ്പിൾ ഫോൺ ഐഫോൺ കമ്പനി ഉത്തർപ്രദേശിലും ഒറീസയിലും തമിഴ്നാട്ടിലും വന്നു. 1.5 ലക്ഷം പേർക്കാണ് അതിലൂടെ ജോലി കിട്ടിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ 70% വനിതകളായിരുന്നു. ഇവിടെ ഇരിക്കുന്ന അമ്മമാരും സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോ സമൂഹത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പത്മിനികാണുണ്ട്, കാർത്തികൻ ചേച്ചിയുണ്ട്, റാണി ചേച്ചിയുണ്ട്, ജല ചേച്ചിയുണ്ട്, സ്പോർട്സ്, അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. കാർത്തികൻ ചേച്ചി സ്വസ്തി ഫൗണ്ടേഷനെ വളരെ കാലമായിട്ട് പ്രധാനമന്ത്രി കാണാൻ വേണ്ടി എത്തിയിരുന്നു. ജല ചേച്ചി സംബന്ധിച്ചാണ് ലോകത്തിൽ ഒരുപാട് ആരാധനകൾ നോക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. ഈ ഇരിക്കുന്നതിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട അമ്മമാരുടെ സഹോദരന്മാരുണ്ട്. നമ്മളൊക്കെ തന്നെ ജീവിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ അടുത്ത തലമുറയെ മുൻകെട്ടിട്ടാണ് നമ്മുടെ മക്കളെ കണ്ടിട്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്. എന്താണ് ചെയ്യുന്നത്? സ്കൂളിൽ പഠിച്ചോ കോളേജിൽ പഠിച്ചോ ഡിഗ്രി എടുക്കുന്ന എല്ലാവർക്കും സർക്കാർ ഉദ്യോഗസ്ഥർ കിട്ടുന്നതില്ല. പക്ഷെ രാജ്യങ്ങളിൽ മുമ്പോട്ട് വരുന്ന സ്വപ്നം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെന്റ്, ഇപ്പം നമ്മുടെ ഏതൊരു കുട്ടിയുടെയും ഉള്ളിലുള്ള ഒരു കഴിവുണ്ടാകും. സർക്കാർ ഗവൺമെന്റ് ചെലവിൽ തന്നെ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ഉള്ളിലുള്ള കഴിവ് ഏതാണെന്ന് തിരിച്ചറിയാം. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് എഞ്ചിനീയറിംഗ് ആയിരിക്കും, ചിലർക്ക് കാർപ്പൻട്രി വിദ്യയായിരിക്കും. അതിലെല്ലാം ട്രെയിൻ കൊടുക്കും. അപ്പോൾ 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോൾ അവന് പഠിച്ചൊരു ജോലി കിട്ടിയില്ലെങ്കിലും അവൻ ഏതെങ്കിലും ഒരു ജോലി കിട്ടി ലോകത്തിന്റെ മികച്ച വിദ്യാഭ്യാസം നേടാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് 1-2 വർഷമല്ല, വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് 5 ലക്ഷം പേർക്ക് തൊഴിൽ നൈപുണ്യം നൽകാൻ വേണ്ടിയിട്ടായിരിക്കും എന്റെ ആദ്യത്തെ പരിശ്രമം. അത് വളരെ പറഞ്ഞു പോവുകയല്ല. അദ്ദേഹം ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും ഒറീസയിലും തന്നെ നടത്തി പ്രാവർത്തികമാക്കിയ കാര്യങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിപ്പോ ഈ പരിപാടി ജനാധിപത്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയെ മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം മത്സരിക്കുന്ന BJP-യുടെ. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നതാണെന്നുള്ളതൊക്കെ ഇതിന്റെ കണ്ണിനുള്ള ഞാൻ ആവശ്യപ്പെടുന്നു, BJP-ക്ക് അപ്പുറമാണ് നരേന്ദ്രമോദി രാജ്യത്ത് ചർച്ചയുള്ളത്. BJP-ക്ക് അപ്പുറമാണ് നരേന്ദ്രമോദി രാജ്യത്ത് ചർച്ചയുള്ളത്. നമുക്ക് ഒരു അധികാരത്തിലെത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്നുള്ളത് ഉപരി അത് നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വാധീന മേഖലകളുണ്ട്. ഇവിടെ ഇരിക്കുന്നപ്പോ ജനചേച്ചിക്ക് കലാരംഗത്ത് 1000കണക്കിന് ആൾക്കാർക്ക് സ്വാധീനമുണ്ട്. റാണിചേച്ചിയെ സംബന്ധിച്ച് 15 റാണിചേച്ചിന്റെ കുടുംബം വന്നു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ടറിയാം. എത്രയോ വർഷം കൊണ്ട് അതുള്ളതാണ്. ചേച്ചിന്റെ റീസെന്റ് പറഞ്ഞാൽ അപാരമാണ്. കാർത്തികൻ ചേച്ചിക്ക് വളരെ വലിയൊരു സ്വാധീനം അദ്ദേഹമുണ്ട്. ഇപ്പോ ക്യാൻസർ ട്രീറ്റ്മെന്റ് രംഗത്തൊക്കെ തന്നെ സ്വസ്തി ഫൗണ്ടേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിലൊക്കെ തന്നെ BJP വിശ്വാസമില്ലാത്ത 1000കണക്കിന് ആൾക്കാർ, ഞാൻ 1000 പറഞ്ഞാൽ കൺശീപിക്കാറില്ല, 1000കണക്കിന് ആൾക്കാർ എല്ലാവരെ കുറിച്ച് പറഞ്ഞാലും പത്മിനി തോമസ് മാഡം നമ്മളൊക്കെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ആരാധനയോടെ നോക്കിയിട്ടുള്ള ഒരു കായികതാണ്. അപ്പൊ ഈ മേഖലകളിലൊക്കെ തന്നെ ഉള്ളവരെ വ്യക്തിബന്ധത്തിന് യാതൊരു ബന്ധത്തിലും തട്ടാതെ ഇന്നു മുതൽ തന്നെ അവരൊക്കെ തന്നെ വാട്സാപ്പിലൂടെയോ ടെലിഫോണിലൂടെയോ ബന്ധപ്പെട്ട് ആരാണ് രാജ്യം ചന്ദ്രശേഖർ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലും തിരുവനന്തപുരത്തിലും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞ് ഞങ്ങളൊക്കെ അധ്വാനിക്കുന്നത് പോലെ ഒരു 5 ദിവസം നമുക്ക് വേണ്ടി അധ്വാനിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും രാജ്യം ചന്ദ്രശേഖർ വിജയിക്കും എന്നുള്ളതാണ് എന്റെ വിനയപ്രദമുള്ള അപേക്ഷ. നിങ്ങൾ എല്ലാവരും പ്രവർത്തകരായിട്ട് മാറണം. ഒരു 5 ദിവസത്തേക്ക് BJP പ്രവർത്തകർ എല്ലാവരും മാറണം, ഒഴിവിക്കണമെന്നല്ല. രാജീവ് ചന്ദ്രശേഖർ അറിയപ്പെടാത്ത രാജീവ് ചന്ദ്രശേഖർ, ആരാണ് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ചെയ്താൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മുന്നേറ്റം ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറേ മതിയാവുള്ളത് ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങളോട് പറയുകയാണ്. ഞാൻ ചോദിക്കുന്നില്ല, മറ്റൊരു കാര്യം പറയാം. വനിതകളുടെ ശക്തി എന്ന് പറയുമ്പോഴേക്കും സാധാരണ ഒന്നുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമാണ് എന്ന് അനുഭവബന്ധത്തിലൂടെയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 4-5 വർഷമായി തിരുവനന്തപുരം ജില്ലയിലെ BJP-യുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. ഞാൻ ഒരു സംശയമില്ലാതെ പറയട്ടെ, നല്ലൊരു ടീം പുരുഷന്മാർ ഞങ്ങളുടെ ടീമിലുണ്ട്. പക്ഷേ നല്ലൊരു ടീം വനിതകൾ ഇപ്പൊ എന്റെ പറയുന്നുണ്ട്. സർവോദർ സിനിയുണ്ട്, ബീനാമുണ്ട്, മഞ്ജുണ്ട്, സുമിയുണ്ട്, ബീനുണ്ട്, ജയാരാജയുണ്ട്. ഇവരൊക്കെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച ഞങ്ങൾ വരുന്നത്. ഇവരുടെയൊക്കെ തന്നെ പിന്നെ ഇപ്പൊ നീതിയൊക്കെ ഉണ്ട്. ഞാൻ BJP-യുടെ സപ്പോർട്ട് വനിതകളുടെ ശക്തി. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ സമരം നടത്തി, ടാക്സ് സർട്ടിഫിക്കറ്റ് സമരം നടത്തി വിജയിച്ചറിയാമല്ലോ. സത്യത്തിൽ ആ തീരുമാനം ഞങ്ങൾ എടുക്കാനിരിക്കുമ്പോഴേക്കും 30 ദിവസം അതായത് 10 ദിവസം ഉപവാസമായി നിരാകരണമായിരുന്നു. ഈ നമ്മുടെ വനിതകളാണ് പറഞ്ഞത് ധൈര്യമായ തീരുമാനത്തോട് മുമ്പോട്ട് വന്നോളൂ, ഈ അഴിമതിക്കെതിരെ ശക്തമായിട്ട് പോരാടാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അത് വിജയിപ്പിച്ചത് ഈ വനിതകളാണ്.
ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അപ്പോ വനിതകളുടെ ഉള്ളിലുള്ള ശക്തി, ഒരു വനിത പുറത്തിറങ്ങി എന്ന് പറയുമ്പോഴേക്കും കേൾക്കാൻ വേണ്ടി ജനങ്ങൾ കൂടുതൽ ആകാംക്ഷയോടെ കൂടുതൽ താല്പര്യമുണ്ട്. അപ്പൊ നമ്മളൊക്കെ തന്നെ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് തിരുവനന്തപുരത്ത് ഇതുപോലെ ആയിരക്കണക്കിന് സ്ത്രീകൾ വരാൻ പോകുന്ന 5 ദിവസങ്ങൾ രാജീവ് ചന്ദ്രശേഖരനും നരേന്ദ്രമോദിക്കും വേണ്ടി ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തേക്കായിരിക്കും ഇന്ത്യയുടെയും ലോകത്തിന്റെയും ശ്രദ്ധ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് തന്നെ ഇറങ്ങാൻ പറ്റുന്ന അഭിമാനാർഹമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയാണ് ഒന്ന് നരേന്ദ്രമോദി, മറ്റേ രാജീവ് ചന്ദ്രശേഖരൻ. രണ്ടുപേരും തന്നെ സമൂഹത്തെ നേരായി നയിക്കുവാൻ വേണ്ടി പതിറ്റാണ്ടുകളായി സമയം മാറ്റിവെച്ചിരിക്കുന്നവർ, ജീവിതം മാറ്റിവെച്ചിരിക്കുന്നവരാണ്. ഇറങ്ങണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അഞ്ചര നേരത്തെ പറഞ്ഞു, 15 കൊല്ലം കൊണ്ട് നമ്മൾ ടി പി ശ്രീനിവാസ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞതാണ്. 15 വർഷം ഞാൻ സാറിനോട് നടത്തുന്ന റിക്വസ്റ്റ് ആണ് പരസ്യം വെച്ചിട്ട് 15 വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട ടി പി ശ്രീനിവാസ സാർ ഉൾപ്പെടെയുള്ളവർക്ക് പറ്റിപ്പോയ ഒരബദ്ധം തിരുത്താൻ പറ്റിയ ഏറ്റവും വലിയ ഒരവസരമാണ്. നമ്മൾ ഇപ്പോൾ ഡിപ്ലോമസിയെ കുറിച്ച് കേൾക്കുന്നത്. ഡിപ്ലോമസി എന്താണ്? 2 രാജ്യക്കാർക്ക് തമ്മിൽ തർക്കം വരുമ്പോഴേക്കും ആ തർക്കമില്ലാതെ പരിഹരിക്കും. അതിനിപ്പോൾ ശരിയും പറയും തെറ്റും പറയും. ആ ഡിപ്ലോമസിയൊക്കെ തന്നെ ഔദ്യോഗികമാവാം. പക്ഷേ സ്വന്തം ജയിപ്പിച്ച ജനങ്ങളോട് ഈ ഡിപ്ലോമസി പാടില്ല. സ്വന്തം ജയിപ്പിച്ച ജനങ്ങളോട് അല്പം പ്രായോഗികമാണ്. ഇവിടെ തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയോ ഭാഷകളിൽ വെള്ളം കെട്ടില്ലല്ലോ. തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നത്തെ പറഞ്ഞ അമേരിക്കൻ കുടിവെള്ള പ്രശ്നമില്ലല്ലോ. അവർ സാധാരണക്കാരന്റെ അറ്റൻഷൻ നേരെ ബാഴ്സലോണയിലേക്ക് അമേരിക്കയിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് ആ മൊമെന്റിൽ രക്ഷപ്പെടണം. അത് ഞാൻ കിട്ടില്ല. അതിനെ കിട്ടുന്ന 6 മാസം 7 മാസം കഴിഞ്ഞിട്ടായിരിക്കും. എന്നിട്ട് തിരുവനന്തപുരത്താണ് നിങ്ങൾ ജനിച്ചു വളർന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ബാധ്യതപ്പെട്ടതാണെന്ന് സാധ്യം. നരേന്ദ്രമോദി മത്സരിച്ചാൽ പോലും എന്നെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. നിങ്ങൾ തിരുവനന്തപുരത്ത് ജയിച്ചവർക്ക് എനിക്ക് വോട്ട് ചെയ്ത് മതിയാവുമെന്നുള്ള ധിക്കാരം, ആ ധിക്കാരം അനുവദിച്ചുകൊണ്ട് ഇനിയും കുട്ടികളാകാൻ വേണ്ടി തിരുവനന്തപുരത്തെ ജനങ്ങൾ തയ്യാറാകില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും തീർച്ചയായും ഞാൻ നിർദ്ദേശിക്കുന്നില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് ഞങ്ങൾ പറഞ്ഞു വെച്ചു. എന്നെക്കാൾ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ വളരെ വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾ നൽകുന്നത്. ഇനിയുള്ള 5 ദിവസം ഒരു നിമിഷം പോലും പാഴാക്കാതെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരൻ വിജയിച്ച് ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് ഇവിടെ വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ വിജയം, കേരളത്തിന്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടി ഇതിന്റെ പരമാവധി ശക്തിയോടെ വീണ്ടും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തിത്വമാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ആരും നിർബന്ധിച്ചിട്ടല്ല തിരുവനന്തപുരത്തിന്റെ ജനപ്രതിനിധിയാകാൻ മത്സരിക്കുന്നത്. മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം നമ്മുടെ ജനപ്രതിനിധിയാകാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ കടമയാണ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരനെ നമ്മുടെ ജനപ്രതിനിധിയാകുക എന്നുള്ളത്. ആ കർത്തവ്യം, ആ കടമ, അത് 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് അനന്തപത്മനാഭനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത് പറഞ്ഞത് ശരിയാണ്. എന്നെ ജാനുവരി ഒരു 14-ാം തീയതി 15-ാം തീയതി എൻ്റെ പ്രൈം മിനിസ്റ്റർ എന്നെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ലോക്സഭ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് കേട്ടു, എവിടെയാണ് മത്സരിക്കുന്നത് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് ന്യൂസ് പേപ്പറിലെല്ലാം ഭയങ്കര ആർട്ടിക്കിൾസ് എല്ലാം വന്നിട്ടുണ്ടല്ലോ. നിർമ്മല തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പോകുന്നു, ജയശങ്കർജി തിരുവനന്തപുരം മത്സരിക്കാൻ പോകുന്നു. പിന്നെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു, മനോരമയിലോ മാതൃഭൂമിയിലോ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ കേരള നാടിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്ത് ഒരു അവസരം കിട്ടിയാൽ എനിക്ക് അഭിമാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് അന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ല, ഒന്ന് സ്മൈൽ ചെയ്തു പറഞ്ഞു. അറിയാലോ, പാർട്ടിക്ക് രാജീവിന് ഒരു സേഫ് സീറ്റ് ന്യൂഡൽഹി, ബാംഗ്ലൂർ തരാൻ താല്പര്യമുണ്ട്. തിരുവനന്തപുരമാണോ വേണ്ടത്? ഇല്ല, എനിക്ക് ലോക്സഭ ആണെങ്കിൽ തിരുവനന്തപുരം മാത്രം മതി. അവിടെ എനിക്ക് പോയാൽ എത്രയോ അഭിമാനവും സന്തോഷം ഉണ്ടാവുന്ന കൊണ്ട് ഞാൻ ജാനുവരി പറഞ്ഞത് അത് സത്യമാണ്. എന്നിട്ട് ഞാൻ
രാജേഷ് പറഞ്ഞ മാതിരി 3-ാം തീയതി എന്റെ കാൻഡിഡേറ്റ് ഒഫീഷ്യലായി, 4-ാം തീയതി വൈകുന്നേരം ഇവിടെ എത്തി. 4-ാം തീയതി മുതൽ ഇന്ന് വരെ എത്രയോ ജനങ്ങളെ മീറ്റ് ചെയ്ത് അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും വേദനകളെല്ലാം മനസ്സിലാക്കി അറിഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ ഇത് ഒരു ത്രികോണ മത്സരമായിരുന്നു, ഒരു കോൺടെസ്റ്റ്. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി അറിഞ്ഞു കഴിഞ്ഞ് ഒരു 10, 12, 15 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു മത്സരത്തിന്റെ ഫീലിംഗ് എന്റെ മനസ്സിന് പോയി. എനിക്ക് ഇവിടെ ഒരു ഇതിപ്പോ ഞാനൊരു നിയോഗമായിട്ടാണ് കാണുന്നത്. നിയോഗം എന്തിന്റെ? നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു മാറ്റം കൊണ്ടുവരണം. ഇവിടെ പുരോഗതി വികസനം, ഇന്ത്യയിൽ കാണുന്ന പുരോഗതി വികസനം ഇവിടെ വരണം. നമ്മുടെ കുട്ടികൾക്ക് ബാക്കി ഭാരതത്തിലെ എത്രയോ അവസരങ്ങൾ നമ്മുടെ നരേന്ദ്രമോദിജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ കുട്ടികൾ എന്താണ് സിദ്ധാർത്ഥ് മാതിരി ഒരു കോളേജിൽ പോയിട്ട് അവർ ലൈഫിനെ ക്ലിയർ ചെയ്യുന്നത്, അതെല്ലാം മാറ്റാൻ ആണ് എൻ്റെ ഒരു നിയോഗമാണ്. ഞാൻ ഒരു ഓണസ്റ്റ്ലി ഫാക്ച്വലി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതൊരു മത്സരമായിട്ടല്ല ഞാൻ കാണുന്നത്. ഒരു എന്താ പറയാ, ഇന്ത്യയിൽ ഒരു തൂത്തും മേമേനെ പറഞ്ഞത് ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഇലക്ഷൻ, ഈ തെരഞ്ഞെടുപ്പ് എന്താണ്, ഞാൻ 1-2 വിഷയങ്ങൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ തിരുവനന്തപുരത്തെ ചരിത്രത്തിൽ നമ്മുടെ എല്ലാവരും ഒരു ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അത് എന്തുകൊണ്ട് ഞാനത് പറയുമ്പോൾ ആദ്യം 4-ാം തീയതി 5-ാം തീയതി വന്നപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ജനങ്ങളോട് ചോദിച്ചു, അതെന്താ പെട്ടെന്ന് 24 നിങ്ങൾ വന്നല്ലോ, അപ്പൊ അതാണോ പ്രധാനപ്പെട്ടത്? അതെ, ഇവിടെ ജനങ്ങൾ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 തവണ ഒരു പാർട്ടി, ഒരു നേതാവും ഒരു സ്ഥാനാർത്ഥിക്ക് അവസരം കൊടുത്തു. കോൺഗ്രസ് പാർട്ടിന്റെ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പാർട്ടിന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ 3 തവണ അവസരം കൊടുത്തു. അതിന്റെ മുമ്പ് CPIന്റെ കാൻഡിഡേറ്റായ പന്ന്യൻ രവീന്ദ്രൻ സാറ്, അദ്ദേഹത്തിന് എനിക്ക് വളരെ ഒരു റെസ്പെക്ട് ഉണ്ട്. എന്നാൽ ഇത് സത്യമാണ്, അദ്ദേഹം 2005 to 2009 അദ്ദേഹം MP ആയിരുന്നു. അദ്ദേഹം MP ആവുമ്പോൾ അദ്ദേഹത്തിന്റെ സപ്പോർട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് UPA ഗവൺമെന്റ് ആയിരുന്നു. ഈ ത്രികോണ മത്സരത്തിൽ ഇന്ന് 2 കാൻഡിഡേറ്റ്സിന് ഇവിടുത്തെ ജനങ്ങൾ ആദ്യം തന്നെ അവസരം കൊടുത്തിട്ടുണ്ട്. അവർ എന്ത് ചെയ്തു ആ അവസരം കിട്ടി? ഈ എലക്ഷൻ എന്ന് പറഞ്ഞ സാധനം, ഡെമോക്രാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞ നമ്മുടെ ഇന്ത്യയിൽ ഡെമോക്രസി, അതിന്റെ ഒരു ഡീപ്പർ മീനിങ് ഉണ്ടാവും. ഒരു ലീഡറിന് ഒരു അവസരം കൊടുക്കുമ്പോൾ ആ അവസരം എടുത്ത് ആ ലീഡറോ ആ റെപ്രസെന്റേറ്റീവ് ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം കൊണ്ടുവരുന്നു, ഇന്ത്യയെ പ്രദേശത്തിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, അതാണ് ശരിക്കും അവസരത്തോട് ചെയ്യേണ്ടത്. അപ്പൊ ഇവര് രണ്ടാളും, ഒരാൾക്ക് 3 തവണ അവസരം, മറ്റു പുള്ളിക്ക് 1 തവണ അവസരം. എന്ത് ചെയ്തു? 20 കൊല്ലം മുമ്പേ ഒരു ഫസ്റ്റ് ടൈം വോട്ടർ, 18 വയസ്സായ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ 18 കൊല്ലം ആയ ഒരു ഫസ്റ്റ് ടൈം വോട്ടർ ഇന്ന് 38 വയസ്സായി. ശശി തരൂർ MP ആവുമ്പോൾ 2009 അന്നൊരു ഫസ്റ്റ് ടൈം വോട്ടർ ഇന്ന് 33 വയസ്സ്. എന്ത് നടന്നു? ഇവിടെ മാറ്റം വന്നോ? പുരോഗതി വന്നോ? തൊഴിൽ വന്നോ? ഇല്ല, വന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഈ മാറ്റം കൊണ്ടുവരാൻ, പുരോഗതി വികസനത്തിന്റെ പുതിയ രാഷ്ട്രീയം കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും, എനിക്കും എന്റെ വിജയം അതിനെപ്പറ്റി വിചാരിക്കണം, നമുക്ക് എല്ലാവർക്കും ഒരു മാറ്റം വേണമെന്ന് ഞാൻ എല്ലാവർക്കും കേൾക്കുന്നു. ആ മാറ്റത്തിന് വേണ്ടി ഈ ഒരു ഇലക്ഷൻ ഒരു പ്രധാനപ്പെട്ട ഇലക്ഷൻ. ഞാൻ 4-ാം തീയതി മുതൽ ഇന്ന് വരെ എന്റെ ഒരു ക്യാമ്പയിൻ, കഴിഞ്ഞ 10 കൊല്ലം ഇന്ത്യയിൽ നടന്ന ഒരു അൺപ്രസിഡന്റഡ് ഇക്കണോമിക് ഗ്രോത്ത്, അൺപ്രസിഡന്റഡ് ഗ്രോത്ത് ഓഫ് ഓപ്പർച്യൂണിറ്റി, അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയുന്നത് പുരോഗതി, വികസനം, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ്, എഡ്യൂക്കേഷൻ, സ്കില്ലിംഗ്.
മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്തുള്ളൂ. ഞാൻ ആര് നെഗറ്റീവ് രാഷ്ട്രീയം, ആര് പേര് പറയാൻ പോകുന്നോ, വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കി പറയേ, അതൊന്നും ചെയ്തില്ല. ബിക്കോസ് ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. തിരുവനന്തപുരത്ത് വേണ്ടതും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ എല്ലാവർക്കും മുമ്പോട്ട് പോകാൻ വേണ്ടത് പുരോഗതി, വികസനം, തൊഴിലും ഇൻവെസ്റ്റ്മെന്റും സ്കില്ലിങ്ങാണ്. അതിനുവേണ്ടി ഒരു ശരിക്കും വിഷൻ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ എത്തും, അതൊന്ന് വായിക്കണം. ഈ ഒരു അവസരം, ഈ ഒരാൾക്ക് 3 അവസരം, ഒരാൾക്ക് 1 അവസരം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഇലക്ഷന് എനിക്ക് 1 അവസരം തരൂ, ഒറ്റ അവസരം. എനിക്ക് 5 കൊല്ലം മാത്രം മതി, 15 കൊല്ലം വേണ്ട. എനിക്ക് 1 അവസരം കിട്ടിയാൽ ഇന്ന് വിഷൻ ഡോക്യുമെന്റ് എല്ലാവരും വായിക്കണം. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ട്, എനിക്കൊരു ഡിറ്റർമിനേഷൻ, നിയോഗമുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ നീട്ടിട്ട് സ്പീച്ച് ചെയ്യാൻ പോകുന്നില്ല. ഒരു 1-2 വിഷയങ്ങൾ വയ്ക്കാൻ ആഗ്രഹിച്ചു, ഞാൻ വെച്ചു. നമ്മുടെ തിരുവനന്തപുരത്ത് പ്രശ്നങ്ങളുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ പണിയെടുത്തു. തിരുവനന്തപുരത്തെ പൊട്ടൻഷ്യൽ, ഒരു അൺടാപ്പ് പൊട്ടൻഷ്യൽ, ടെക്നോളജി ആണോ, ഫിഷറീസ് ആണോ, അഗ്രികൾച്ചർ ആണോ, ടൂറിസം ആണോ, എഡ്യൂക്കേഷൻ, റിസർച്ച് ആണോ, അതിനെല്ലാം ഒരു അൺടാപ്പ് പൊട്ടൻഷ്യലിനെ എക്സ്പാൻഡ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും എനിക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, കഴിവുണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ ആ വിഷൻ ഡോക്യുമെന്റ് വായിക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ഏപ്രിൽ 26 വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും സഹായവും അനുഗ്രഹവും വോട്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നെ ജയിപ്പിച്ച് നമ്മുടെ തിരുവനന്തപുരത്തിന് മാറ്റം കൊണ്ടുവരാനും പുരോഗതി കൊണ്ടുവരാനും ഒരു വികസനം കൊണ്ടുവരാൻ നമ്മൾക്ക് എല്ലാവർക്കും ഏപ്രിൽ 26 നല്ലൊരു അവസരമായിട്ട് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എങ്കിൽ ഞാൻ മറ്റൊരു സാധനം മാത്രം പറയണം. ജൂൺ 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആർക്കും ഒരു സംശയമില്ല, 3-ാം തവണ നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആവുമ്പോൾ. ആ സംശയം ശശി തരൂരിനുമില്ല, രാഹുൽ ഗാന്ധിക്കുമില്ല, സദാ പിണറായി വിജയനും. ഒരു സംശയം ഉണ്ടെങ്കിൽ 400 സീറ്റാണോ, 410 ആണോ, 418 ആണോ, അത് സംശയം ഉണ്ടാവണം. വേറെ സംശയം കോൺഗ്രസ് പാർട്ടിക്ക് 40 കിട്ടുമോ, 35 കിട്ടുമോ, 30 കിട്ടുമോ, 20 കിട്ടുമോ, 10 കിട്ടുമോ, അതൊരു സംശയം ഉണ്ടാവണം. അതൊരു ലെജിറ്റിമേറ്റ് സംശയമാണ്. ബട്ട് ആ ഒരു 400 സീറ്റിൽ ഒരു സീറ്റ് തിരുവനന്തപുരമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്കുണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ കോൺസിക്വൻസ് രാജേഷ് പറഞ്ഞ മാതിരി തിരുവനന്തപുരത്ത് ഒരു MP ആയ ഞാൻ നരേന്ദ്രമോദിജിന്റെ ക്യാബിനറ്റും കൗൺസിലർ മിനിസ്റ്റർ ആയിട്ട് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എത്രയോ പണി ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ്. നന്ദി രാജീവ് ചന്ദ്രശേഖർജി. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് പിന്തുണയുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീമാൻ PK കൃഷ്ണദാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ വേദിയിലെത്തിയതിന് അദ്ദേഹത്തിനോടുള്ള സന്തോഷം, ആദരവ്, സ്നേഹം അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചയാണ് ഈ നാടിന്റെ വിധി നിർണ്ണയിക്കാൻ നമ്മുടെ ചൂടാനിക്കലിന്റെ അറ്റത്തുള്ള പക്ഷി പുരട്ടി നമ്മുടെ സമ്മതിദാനാവകാശം നമ്മൾ രേഖപ്പെടുത്തേണ്ടത് വെള്ളിയാഴ്ചയാണ്. തൊട്ടടുത്ത 2 ദിവസം ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ്. നമുക്കറിയാം, ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്നൊരു പക്ഷേ തിരിച്ചറിയാത്ത ഒരു ജനതയായിട്ട് നമ്മൾ മാറരുത്. 1952 മുതലുള്ള കണക്കെടുത്ത് നോക്കിയാൽ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത് കൂടുതൽ പുരുഷന്മാരാണെങ്കിൽ 2019-ൽ 2014 പോലുള്ള 5 വർഷക്കാലം അനുഭവിക്കാൻ കിട്ടിയ
വി ജ്യോതിഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൗൺസിൽ ചെയർപേഴ്സൺ ആയിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അവരുടെ ഓരോ ആവശ്യത്തിനും എങ്ങനെയാണ് കൂട്ടുനിൽക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള അനന്തപുരിയുടെ സജീവ സാന്നിധ്യമാണ് ശ്രീമതി സി വി ജ്യോതിഷ്. സി വി ജ്യോതിഷിനെ ഔദ്യോഗികമായി ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മഹൽ വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം. നേരത്തെ നമ്മുടെ ആരാധനയായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ എല്ലാവരുടെയും സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അധികമായി സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മൾ അനന്തപുരിയിലെ വനിതാ കൂട്ടായ്മ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവരുടെ വിജയത്തിനായിട്ട് ചേർന്ന കൂട്ടായ്മയാണ്. ഇതില് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന അധ്യക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും ഒറ്റപ്പാക്കി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം